അമുസ്ലിങ്ങളെ വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്തേണ്ടി വരുമെന്ന മുഖ്യമന്ത്രിയുടെ തുറന്നു പറച്ചിലിൽ വെട്ടിലായി മുസ്ലിം ലീഗ്. ഭേദഗതിക്കെതിരെ സുപ്രീം കോടതിയിൽ നടക്കുന്ന നിയമ പോരാട്ടം മുൻനിർത്തിയുള്ള വിശദീകരണം കൊണ്ട് മാത്രം ലീഗിനെ പിടിച്ചു നിൽക്കാനാകില്ല. മുസ്ലിം പണ്ഡിത സഭകളെയും അണികളെയും വിശദീകരിച്ച് ബോധ്യപ്പെടുത്താൻ ലീഗ് നേതൃത്വത്തിന് ബുദ്ധിമുട്ടേണ്ടി വരും. PM ശ്രീ PMAY വിവാദങ്ങൾക്ക് പിന്നാലെ വഖഫിൽ കൂടി നിലപാട് മയപ്പെടുത്തേണ്ടി വരുന്നത് മുസ്ലിം ലീഗിന് രാഷ്ട്രീയമായി നൽകുന്നത് പ്രതിസന്ധിയാണ്. അതേസമയം അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ദേവസ്വം ബോർഡിൽ എന്തുകൊണ്ട് അഹിന്ദുക്കളെ ഉൾപ്പെടുത്തിക്കൂടാ എന്ന ചോദ്യവുമായി മുൻ ചെയർമാൻ TK ഹംസ രംഗത്ത് വന്നു. ഈ അമുസ്ലിങ്ങളായ ആളുകളെ പിന്നീട് വെച്ചുകൊള്ളാം എന്ന് ഉത്തരവിൽ തന്നെ ഉണ്ട്. പിണറായി സർക്കാർ ഇറക്കിയ ഉത്തരവ് നിങ്ങൾ വായിച്ചു നോക്ക്. ആ ഉത്തരവിലുണ്ടത്. എന്നിട്ട് ഇപ്പോഴും വഖഫ് ബോർഡ് പോയി ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പറയുന്നത് ഞങ്ങൾ വെച്ചുകൊള്ളാം, ഞങ്ങളത് വെച്ചുകൊള്ളാം. അല്ല, അത് ഇപ്പോൾ സെൻട്രൽ ആക്ട് അല്ലേ. ഇപ്പോൾ കോടതി അതിനെതിരായിട്ട് സെൻട്രൽ ആക്ടിനെതിരായിട്ട് സുപ്രീം കോടതി പോയിട്ട് സുപ്രീം കോടതി അത് തള്ളി. അമുസ്ലിങ്ങളെ വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്തേണ്ട സാഹചര്യമാണ് എന്ന മുഖ്യമന്ത്രിയുടെ തുറന്നു പറച്ചിൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത്. നേരത്തെ ഭരണത്തിൽ വരുന്നതിന് മുൻപ് അവർ ശക്തമായി എതിർത്തിരുന്നതാണ് ഈ വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുന്ന ചട്ടത്തെ പരസ്യമായിട്ട് എതിർത്തിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ ഇതിൽ മറ്റു വഴികളില്ല എന്ന തരത്തിൽ അഭിപ്രായം പറയുമ്പോൾ ഒരുപക്ഷെ മുസ്ലിം ലീഗിന് മുമ്പിൽ വലിയ പ്രതിസന്ധി തന്നെയാണ് രാഷ്ട്രീയമായിട്ട് അവർ നേരിടാൻ പോകുന്നത്. ഇതിനെ കേന്ദ്രത്തിന്റെ നിയമത്തിനെതിരെ സുപ്രീം കോടതിയിൽ ഞങ്ങൾ നിയമപോരാട്ടം നടത്തുകയാണ്. ഈ സുപ്രീം കോടതി നടത്തുന്ന വാദങ്ങൾ ഇപ്രകാരമാണെന്നൊക്കെ ലീഗിന് വിശദീകരണം നൽകാമെങ്കിൽ പോലും പ്രായോഗിക തലത്തിൽ ഇത് അണികളെയും അതുപോലെ തന്നെ സമസ്ത ഉൾപ്പെടുന്ന പണ്ഡിത സഭകളെയും ബോധ്യപ്പെടുത്തുക എന്നുള്ളത് ലീഗിനെ സംബന്ധിച്ച് ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്ന സാഹചര്യമാണ് നിലവിൽ കൊണ്ടുവന്നിരിക്കുന്നത്. നേരത്തെ PM ശ്രീയിലും PMAYയിലും ഒക്കെ ലീഗ് മന്ത്രിമാരുടെ നിലപാട് വലിയ തോതിൽ തന്നെ വിമർശന വിധേയമായിരുന്നു. പക്ഷേ ഭരണത്തിലെത്തുമ്പോൾ ചട്ടങ്ങൾക്കനുസരിച്ച് പലതും നടപ്പാക്കിയേ തീരൂ, അല്ലെങ്കിൽ മറ്റു വഴികളില്ല എന്ന വിശദീകരണം കൊണ്ടാണ് അവർ അതിനെ നേരിട്ടിരുന്നത്. പക്ഷേ വഖഫിൻ്റെ കാര്യത്തിലും അമുസ്ലിങ്ങളെ വഖഫ് ബോർഡ് ഉൾപ്പെടുത്തുന്ന കാര്യത്തിലും അവർ പ്രഖ്യാപിതമായി പറഞ്ഞ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സമീപനം പ്രായോഗിക തലത്തിൽ സ്വീകരിക്കേണ്ട സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്. ഇതിനെ എങ്ങനെയായിരിക്കും പാർട്ടി രാഷ്ട്രീയമായിട്ട് നേരിടുക എന്നുള്ളതാണ് അറിയാനുള്ളത്. പലതരത്തിലുള്ള വിശദീകരണം ലീഗ് നേതാക്കൾ നൽകുന്നുണ്ട്. സുപ്രീം കോടതിയിൽ പോരാട്ടം നടത്തുകയാണ്. നിലവിലെ വഖഫ് ബോർഡിൻ്റെ തന്ത്രങ്ങളാണ്, അതായത് നിലവിൽ KS ഹംസ ചെയർമാനായിട്ടുള്ള വഖഫ് ബോർഡ് നിലനിർത്താനുള്ള തന്ത്രങ്ങളാണ് ഇതെല്ലാം എന്നൊക്കെ അവർ പറയുന്നുണ്ടെങ്കിൽ പോലും പ്രായോഗിക തലത്തിൽ ഇത് രാഷ്ട്രീയമായിട്ട് ലീഗ് എങ്ങനെ പ്രതിരോധിക്കുമെന്ന ചോദ്യം തന്നെയാണ് ഉയരുന്നത്. അതോടൊപ്പം തന്നെ വളരെ പ്രസക്തമാണ് TK ഹംസ നടത്തിയ പരാമർശങ്ങളും. വഖഫ് ബോർഡിൽ മുസ്ലിങ്ങൾക്ക് പുറമെ മുസ്ലിങ്ങളെ ഉൾപ്പെടുത്താമെങ്കിൽ ദേവസ്വം ബോർഡിന് അതുപോലെ ക്ഷേത്രങ്ങളുടെ ഭരണസമിതിയിലൊക്കെ അമുസ്ലിങ്ങളെ എന്തുകൊണ്ട് ഉൾപ്പെടുത്തിക്കൂടാ? വഖഫിൻ്റെ കള്ളം കണ്ടുപിടിക്കാനാണ് ഇവരെ നിയമിക്കുന്നതെങ്കിൽ ക്ഷേത്രങ്ങളിലും മറ്റും ദേവസ്വത്തിലുമൊക്കെ വലിയ കള്ളങ്ങൾ നടക്കുന്നുണ്ട്. അവരാണ് കൂടുതൽ സമ്പത്തുള്ളവർ. അവിടെ കള്ളം നടക്കുന്നുണ്ട് എന്ന് നോക്കാൻ അമുസ്ലിങ്ങളെ അഹിന്ദുക്കളെ എന്തുകൊണ്ട് നിയോഗിച്ചുകൂടാ എന്ന ചോദ്യമാണ് അദ്ദേഹം ഉയർത്തുന്നത്. അതും ഈ ഘട്ടത്തിൽ വലിയ ചർച്ചയാകുന്ന സാഹചര്യമാണ്. മുസ്ലിങ്ങളുടെ സമ്പത്ത് സംരക്ഷിക്കുന്ന, ദാനം ചെയ്ത സമ്പത്ത് സംരക്ഷിക്കുന്ന ബോർഡാണല്ലോ വഖഫ് ബോർഡ്. അതിൽ 2 അമുസ്ലിമുകൾ കയറണമെന്നത് ഇന്ന് വരെ ആരും കേട്ടിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ നിലവിലുള്ള ആ ഒരു മതേതരത്വം മറ്റേ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ചയെ തകർക്കാനും സംഘർഷം ഉണ്ടാക്കാനുള്ള ഒരു തുടക്കം കുറേയായി കേന്ദ്രത്തിൽ BJP തുടങ്ങിയിട്ട്. അതിൻ്റെ ഭാഗമാണിത്. എന്നാൽ പിന്നെ ദേവസ്വം ബോർഡിൽ എന്താ 2 മുസ്ലിം ഇല്ലാത്ത? അതിൽ ക്രിസ്ത്യാനിൻ്റെ കൂടെ. എന്താണെങ്കിലും വലിയ തോതിൽ തന്നെ ലീഗിൻ്റെ നിലപാട് ഇനിയുള്ള ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെടും. ലീഗ് ഇതിനെ രാഷ്ട്രീയമായിട്ട് എങ്ങനെ പ്രതിരോധിക്കും, നിയമപരമായിട്ടുള്ള വശങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു നിൽക്കാമെങ്കിൽ പോലും പ്രവർത്തകരെയും അതുപോലെ സമസ്ത ഉൾപ്പെടുന്ന പണ്ഡിത സഭകളെയും എങ്ങനെ ഈ ഒരു വിഷയത്തിൽ ലീഗ് വിശ്വാസത്തിലെടുക്കുമെന്ന ചോദ്യം തന്നെയാണ് പ്രായോഗിക തലത്തിൽ ഉയരുന്നത്. CV അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.